നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയവുമൊക്കെയായി ബന്ധപ്പെട്ട് പി ജെ കുര്യന്റെ പ്രസ്താവനയും അതിന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മറുപടിയും ഒക്കെ നമ്മൾ കണ്ടതാണ്. എന്തായാലും അതിനോട് ചേർത്ത് വായിക്കണമോ എന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി സീറ്റ് നൽകരുതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ജെ കുര്യൻ. മത്സരിക്കാൻ യോഗ്യർ പാലക്കാട് തന്നെയുണ്ട്. യുവാക്കൾക്ക് കൂടുതൽ അവസരം എന്ന വി ഡി സതീശന്റെ നിലപാടിനെ കുര്യൻ പിന്തുണയ്ക്കുകയാണ്. താൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഇനി മാറി നിൽക്കണം. എന്നാൽ യുവാക്കൾ വരുമ്പോൾ മാനദണ്ഡം വെക്കണം. ഭാഷയും സൗന്ദര്യവും മതിയെന്ന് കരുതുന്ന ചില സ്ഥാനമോഹികളുണ്ട്. അവരെ മാറ്റി നിർത്തിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും കുര്യൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒരു പ്രസ്താവന നമ്മൾ കണ്ടിരുന്നു. താൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് ഒട്ടും മറവില്ലാതെ അദ്ദേഹം പറഞ്ഞ അതൊക്കെ ഓരോരുത്തർ പറയുന്നതാ. അതൊക്കെ അതിൻ്റെയൊക്കെ പേര് ഗസ് വർക്ക് എന്നതാ, ഊഹാപോഹങ്ങൾ. പാലക്കാട് ബൈ ഇലക്ഷൻ അങ്ങടക്കമുള്ള നേതാക്കന്മാരുടെ ഒരു വേർപ്പ് കൂടിയാണ് ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞത്. അതൊരു യു ഡി എഫിന്റെ പ്രതിനിധി എന്നുള്ള രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവതരിപ്പിച്ചത്. അപ്പൊ അങ്ങനൊരു സീറ്റ് പിടിച്ചെടുത്ത സീറ്റിൽ ഇനി എന്താകും കാര്യങ്ങൾ മുന്നോട്ട് പോകും? വേറെ ആളിനെ നിർത്തും. അദ്ദേഹം പാർട്ടിയിൽ ഇല്ലാത്തതുകൊണ്ട്, അദ്ദേഹം പാർട്ടിയിൽ നടപടിയെടുത്തിരിക്കുന്നതുകൊണ്ട് മറ്റാളിനെ നിർത്തും. വേറെ കോൺഗ്രസിനകത്ത് എത്രയോ നേതാക്കന്മാരുടെ മത്സരിക്കാൻ കൂടുതൽ അല്ല, പാലക്കാട്ട് തന്നെയുണ്ട് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികൾ. 100-ലധികം സീറ്റുകൾ കൂടി വലിയ ഈ പി ജെ കുര്യൻ എന്നൊക്കെ പറയുന്ന ഈ ചങ്ങാതി ഉണ്ടല്ലോ, ഞാൻ ചില വാക്കുകൾ ഉപയോഗിക്കുന്നില്ല കാരണം എന്റെ നാവിന്റെ തുമ്പത്ത് വരുന്നുണ്ട്. ഈ ചങ്ങാതിയൊക്കെ എന്ത് അർഹതയാണ് ഇവനിക്കൊക്കെ കോൺഗ്രസിനെ പറ്റി പറയാനുള്ളത് എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇവന്റെയൊക്കെ പ്രവർത്തനങ്ങൾ കൊണ്ട് സാധാരണ കോൺഗ്രസിന്റെ പാർട്ടിയുടെ പൊടി പിടിച്ചവർ പോലും ഇവന്റെയൊക്കെ നെറികേടുകൾ കൊണ്ട് ആ പാർട്ടി പ്രവർത്തനം നിർത്തിയവരാണ്. ഇവനെയൊന്നും കണ്ടിട്ട് ഒരുത്തൻ പോലും ഒരു കോൺഗ്രസ്സുകാരനായി മാറിയിട്ടില്ല. അവൻ പറയാ രാഹുൽ മാങ്കൂട്ടത്തിന് സ്ഥാനം കൊടുക്കരുത്, കാരണം പാർട്ടിയിൽ നിന്ന് പുറത്തുള്ള ആളാണ്, പോരാത്തതിന് ആരോപണങ്ങളൊക്കെ നേരിടുന്ന വ്യക്തിയാണ്, അതുകൊണ്ട് ഇനിയും സ്ഥാനാർത്ഥിയാക്കരുത് രാഹുൽ മാങ്കൂട്ടത്തിനെ എന്ന് പറയാൻ ഞാനൊരു കാര്യം ചോദിക്കുന്നത്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ പി ജെ കുര്യൻ എന്ന് പറയുന്ന ആളുടെ പേരും ഇതുപോലെ വലിച്ചിഴച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വി ഡി സതീശനെ പോലെയുള്ള നട്ടലുള്ള നേതാവ് അന്നുണ്ടായിരുന്നെങ്കിൽ ഈ പി ജെ കുര്യൻ ഇന്ന് പാർട്ടിയുടെ പേര് പറയാൻ അർഹത ഉണ്ടാവില്ല. ഇവൻക്കൊന്നും പാർട്ടിയുടെ പേര് പറയാൻ, കോൺഗ്രസ് എന്ന് പറയാൻ അർഹതയില്ലാത്തവനാ. അവൻ വന്നിട്ട് രാഹുലിന് സീറ്റ് കൊടുക്കരുത് എന്ന്. ഇവനെ പോലെയുള്ള ആളുകളെ എടുത്ത് ആദ്യം വലിച്ചെറിയണം കുപ്പത്തൊട്ടിയിലേക്ക്. കാരണം ഈ പാർട്ടിയെ അത്രയും നശിപ്പിച്ച കൂട്ടങ്ങളിൽ പെടുന്ന ഒരുത്തനാണ് ഈ പി ജെ കുര്യൻ. ഈ പാർട്ടിയെ നശിപ്പിച്ച കൂട്ടങ്ങളിൽ പെടുന്ന ആള്, അതിൽ മുൻപന്തിയിലുള്ള വ്യക്തി. എന്നിട്ട് പാർട്ടിയുടെ തണലും പറ്റി വേണ്ടതൊക്കെ അനുഭവിച്ച വ്യക്തിയാണ് പി ജെ കുര്യൻ. ആ പി ജെ കുര്യൻ പറയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കരുത് എന്ന്. ഇത് പറയാനുള്ള എന്ത് അർഹതയാണ്? ഇത് പറയാനുള്ള എന്ത് അർഹതയാണ് ഈ പി ജെ കുര്യനുള്ളത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പറയാനുള്ള എന്ത് അർഹതയാ പി ജെ കുര്യനുള്ളത്? ആരാണ് പി ജെ കുര്യൻ? എന്താണ് പി ജെ കുര്യന്റെ ഭൂതകാലം? എന്താണ് പി ജെ കുര്യന്റെ പാസ്റ്റ്? പി ജെ കുര്യനെതിരെ ഉയർന്നു വന്നിരുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ പി ജെ കുര്യൻ തന്നെ സ്വന്തം ഒന്ന് ആത്മവിചിന്തനം നടത്തുന്നത് തയ്യാറാ. എന്നിട്ട് മതി രാഹുലിനെ പഠിപ്പിക്കാൻ ഇറങ്ങുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഈ പാലക്കാട് നിയോജക മണ്ഡലത്തില് പി ജെ കുര്യൻ മത്സരിക്കട്ടെ, കുണ്ടി തീട്ടം ഉണ്ടെങ്കിൽ പി ജെ കുര്യൻ മത്സരിക്കട്ടെ. ആ പി ജെ കുര്യനും രാഹുൽ മാങ്കൂട്ടവും മത്സരിക്കട്ടെ. രാഹുൽ പാർട്ടിയിൽ നിന്ന് പുറത്തു നിന്നുകൊണ്ട് തന്നെ മത്സരിക്കട്ടെ. പി ജെ കുര്യൻ കോൺഗ്രസ്സുകാരനായിട്ട് പാലക്കാട് വന്ന് മത്സരിക്കട്ടെ. ഉളുപ്പുണ്ടോ, ധൈര്യമുണ്ടോ പി ജെ കുര്യന്? പി ജെ കുര്യ പൊടി പോലും കാണാനുണ്ടാവില്ല. ഇനി പി ജെ കുര്യൻ മറ്റൊരു കാര്യം കൂടി അറിയേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് അയാൾ പാർട്ടിയുടെ അസറ്റായിരുന്നു, പാർട്ടിയുടെ എല്ലാമായിരുന്നു. അയാളെ കണ്ട്, അയാളുടെ വാക്ക് കേട്ട്, അയാളുടെ പ്രവർത്തനം കണ്ട് പാർട്ടിയിലേക്ക് നടന്നു കയറിയ 10,000-ങ്ങളുണ്ട്. അത് പി ജെ കുര്യൻ മനസ്സിലാക്കണം. വെറുതെ അല്ല വി ഡി സതീശൻ രാഹുലിനെതിരെ നടപടിയെടുത്തിട്ട് പറഞ്ഞത് ചങ്ക് പൊട്ടിയാണ് പല തീരുമാനങ്ങളും എടുക്കുന്നത്. കാരണം അയാൾ അത്രമാത്രം ഈ പാർട്ടിയായിരുന്നു. ഈ കിഴവനൊക്കെ കിടന്ന് അവന്റെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ പാടുപെട്ടുകൊണ്ടിരിക്കുമ്പോ രാഹുല് പണിയെടുത്തതും ചെയ്തതും ഒക്കെ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു എന്നുള്ളതാണ്.
അതാണ് പി ജെ കുര്യനും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് ഇപ്പോ ഈ മാധ്യമങ്ങള് അല്ലെങ്കിൽ തന്നെ എന്തിനു വേണ്ടിയിട്ട് ഈ പി ജെ കുര്യനൊക്കെ കോൺഗ്രസിൽ ആരാ? ഇവന്റെയൊക്കെ ഒപ്പീനിയൻ എന്തിനാ? ഇവരെ കണ്ടിട്ട് ആരെങ്കിലും കോൺഗ്രസ്സുകാരനായിട്ടുണ്ടാ? ഒരാളെ കാണിക്കാൻ പറ്റുക? പി ജെ കുര്യനെ കണ്ട് കോൺഗ്രസ്സുകാരനായ ഏതെങ്കിലും ഒരു വ്യക്തിയെ കാണിക്കാൻ പറ്റുക? ഇവനൊക്കെ കിടന്നിങ്ങനെ ചിലക്കുന്നത്, ഇവന്റെയൊക്കെ അഭിപ്രായം എന്തിനാ ഈ മാധ്യമങ്ങൾ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വലിയ ആഘോഷമാക്കി കൊണ്ടു നടക്കുന്നത്? എനിക്കതാണ് മനസ്സിലാവാത്തത്. ഈ മാധ്യമങ്ങൾ ഇപ്പൊ കോൺഗ്രസിന്റെ കാര്യം പറയാൻ കോൺഗ്രസ് KPCC പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റും വർക്കിംഗ് പ്രസിഡന്റുമാരും ബാക്കിയുള്ള ആളുകളുണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പിടി നേതാക്കളുണ്ട്. അവർ പറയുന്നേ ഇവനെ പോലെയുള്ള കോമാളികളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഇവൻ പറയാണ് രാഹുലിന് സീറ്റ് കൊടുക്കരുത്. ഇവൻ പറയാണ് മറ്റേ സീറ്റ് കൊടുക്കുന്നതിന് ആളുകളെ പറ്റിയൊക്കെ ഇവൻ എന്ത് അർഹതയാണുള്ളത്? ഇതിനെ കുറിച്ച് പറയാൻ ഈ പി ജെ കുര്യൻ എന്ത് അർഹതയാണുള്ളത്? ഇവന്റെ ഭൂതവും ഇവന്റെ ഈ പറയുന്ന കാര്യങ്ങളും കയ്യിലിരിപ്പും ഒന്നും ഞാൻ പറയാതെ തന്നെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം. കൂടുതൽ അതിലേക്ക് കിടക്കുന്നില്ല. അത് പിന്നെ നമ്മള് ഈ പല്ല് കുത്തി നാറ്റിക്കുന്ന ഏർപ്പാട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആരാണ് പി ജെ കുര്യൻ? എന്താണ് പി ജെ കുര്യൻ? ഈ പി ജെ കുര്യനെതിരെ ഉണ്ടായ കേസും പുകിലും ആരോപണങ്ങളും ഒന്നും ആരും കേരളം മറന്നിട്ടില്ല. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, അന്ന് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വി ഡി സതീശനെ പോലെ ഒരു നേതാവ് അന്ന് കോൺഗ്രസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോൺഗ്രസ്സുകാരൻ എന്ന് പറഞ്ഞ അഭിപ്രായം പറയാൻ ഈ പി ജെ കുര്യൻ ഉണ്ടാകുമായിരുന്നില്ല. എന്നിട്ട് ആ പി ജെ കുര്യൻ കടന്ന് ചിലക്കുന്നു. ഇവൻ കുറെ കാലമായിട്ടുള്ള ചൊറിച്ചിലാട്ടോ രാഹുലിനെ കാണുമ്പോ, മനസ്സിലായില്ലേ? അതിന്റെ ചൊറിച്ചിൽ എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ പെരുന്തച്ചൻ കോംപ്ലക്സ് തന്നെയാ. എന്ത് തന്നെക്കാൾ വലുതാവുന്നു അയാൾ എന്നുള്ള ഒരു തോന്നല്. അയാൾക്ക് പാർട്ടിയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നു, ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ സാധിക്കുന്നു, ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സാധിക്കുന്നു, ജനം അയാളെയും തിരിച്ചും സ്നേഹിക്കുന്നു എന്ന് കാണുമ്പോൾ തോന്നുന്ന ഒരു കോംപ്ലക്സ്. അതാണ് ഇവൻ പറയുന്നത്. ഇവന്റെ ഉപദേശം കേട്ടിട്ട് കോൺഗ്രസ് ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ പാലക്കാട്ടെ സീറ്റ് കോൺഗ്രസിന് നഷ്ടമാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. രാഹുലിനെ മത്സരിപ്പിക്കണോ വേണ്ടയോ എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. പക്ഷേ പി ജെ കുര്യനെ പോലെയുള്ള ചെറ്റകൾ പറയുന്ന വർത്താനം കേട്ടിട്ട് കോൺഗ്രസ് തീരുമാനിക്കുകയാണ് രാഹുലിന് സീറ്റ് കൊടുക്കേണ്ട എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അത് വലിയ പരാജയത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ കോൺഗ്രസ് ഓൾറെഡി രാഹുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും രാഹുലിനെ മത്സരിപ്പിക്കണോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം ഒക്കെ കോൺഗ്രസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് വി ഡി സതീശൻ പോലും ചങ്ക് പൊട്ടിയാണ് ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് പറയുമ്പോ സതീശൻ ആലോചിക്കുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ. കാരണം ഈ പാർട്ടി പ്രതിസന്ധിയിലാവരുത്, പാർട്ടിക്ക് മുകളിൽ ഇനി ചോദ്യങ്ങൾ ഉണ്ടാവരുത് എന്നുള്ള വ്യക്തമായ ബോധ്യത്തോടു കൂടിയാണ് സതീശൻ നിലപാടുകൾ എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ സതീശന് രാഹുലിനെ സംരക്ഷിക്കാമായിരുന്നു, രാഹുലിനെ പിന്തുണക്കാമായിരുന്നു. പക്ഷേ അത് പാർട്ടിയോട് ചെയ്യുന്ന അനീതിയാകുമെന്ന് കണ്ടാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവ് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ചെന്നെത്തിയത് തന്നെ. എന്നിട്ട് വീണ്ടും കിടന്നിട്ട് പി ജെ കുര്യനെ പോലെയുള്ള ആളുകൾ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുക്കുക. അതായത് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഈ പി ജെ കുര്യൻ ആരാണെന്നും അവന്റെ പാസ്റ്റും അവന്റെ പ്രവർത്തികളും അവനിക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളും ഒക്കെ അന്ന് വി ഡി സതീശനെ പോലെയുള്ള ഒരു നേതാവ് ഉണ്ടായിരുന്നെങ്കിൽ ഈ വ്യക്തി ഇന്ന് കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞ് അഭിപ്രായം പറയാൻ, പ്രതികരിക്കാൻ, അല്ലെങ്കിൽ അയാളുടെ പ്രതികരണം ചുഴയാൻ ഈ മാധ്യമ പ്രവർത്തകർ അങ്ങോട്ട് ചെല്ലുമായിരുന്നില്ല. അതാണ് ഞാൻ ആദ്യമേ ചോദിക്കുന്നത്. എന്ത് അർഹതയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റി പറയാൻ ഇയാൾക്കുള്ളത്? കേരളത്തിൽ എവിടെയും, കേരളത്തിൽ പാലക്കാട് മാത്രമൊന്നുമല്ല, കേരളത്തിന്റെ ഏത് നിയോജക മണ്ഡലത്തിലും, ഇപ്പൊ ഞാൻ പറയാം, കേരളത്തിന്റെ ഏതെങ്കിലും CPM-ന്റെ കുത്തക കോട്ടയാവട്ടെ, ആ കോട്ടയില് പി ജെ കുര്യനും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടവും മാത്രമായിട്ടൊരു മത്സരം വെക്കുക, എന്തായിരിക്കും അവസ്ഥ? ആ പി ജെ കുര്യൻ വന്നിട്ട് പറയാ രാഹുലിന് സീറ്റ് കൊടുക്കരുത്. ഇവൻ ആരാണോ ഇത് പറയാൻ? എനിക്കതാ മനസ്സിലാവാത്തത്. ഇവൻ ആരാ ഇത് പറയാൻ? ഇവനിക്ക് എന്ത് യോഗ്യതയാ, എന്ത് അർഹതയാ ഇത് പറയാനുള്ള? എന്ത് അർഹതയാണുള്ളത്? പെരുന്തച്ചൻ കോംപ്ലക്സിൽ നിന്ന് ഇവൻ ഞാൻ ആ വാക്ക് ഉപയോഗിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് പെരുന്തച്ചൻ കോംപ്ലക്സ് തന്നെയാണ്. അത് കുറെ കാലമായിട്ട് തുടങ്ങിയതാ, ഇന്നും ഇന്നലെയും ഒന്നും തുടങ്ങിയതൊന്നല്ല. രാഹുലിനോടുള്ള ഒരു ചൊറിച്ചില് കുറെ കാലമായിട്ട് തുടങ്ങിയതാണ് ഈ പി ജെ കുര്യൻ്റെത്. മനസ്സിലായില്ലേ?
കഴിവും പ്രാപ്തിയുള്ള യുവാക്കൾ തന്നെയാണ് വരേണ്ടത്. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന, ജനങ്ങളുടെ മനസ്സ് തൊട്ടറിയാൻ കഴിയുന്ന കഴിവും പ്രാപ്തിയുമുള്ള യുവാക്കൾ തന്നെയാണ് വരേണ്ടത്. അതിന് മാനദണ്ഡം പാർട്ടിയിൽ എത്ര കാലം പ്രവർത്തിച്ചു എന്നുള്ളതൊന്നല്ല. അത്രയേ ഉള്ളൂ. ഈ പി ജെ കുര്യനൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോ ആരും പാർട്ടിയിൽ എത്ര കാലം പ്രവർത്തിച്ചു എന്ന് ചോദിച്ചിട്ടല്ല, പി ജെ കുര്യന്റെ പ്രവർത്തനം കൊണ്ട്. എന്താ പിന്നെ ഞാൻ പറയാം, ഇനി മാനദണ്ഡം അതല്ല, ഈ പറയുന്ന നേതാവിന്റെ പ്രവർത്തനം കണ്ടിട്ട്, അയാളെ കണ്ടിട്ട് എത്ര പേര് പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളതാക്ക് നിങ്ങൾ മാനദണ്ഡം. എന്നിട്ട് നമുക്ക് അതിനനുസരിച്ച് സ്ഥാനമാനങ്ങൾ കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ പി ജെ കുര്യനെല്ലാം വേസ്റ്റ് കൊട്ടയിൽ കിടക്കേണ്ടി വരും, വേസ്റ്റ് പിന്നെ മാലിന്യ കൂമ്പാരത്തിൽ കിടക്കേണ്ടി വരും. പി ജെ കുര്യനെ കൊണ്ടും പാർട്ടിയിലേക്ക് ഒരാളെ പോലും ആകർഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഉള്ള ആളുകൾ കൂടി പാർട്ടി വിടുന്ന ഒരവസ്ഥ പി ജെ കുര്യന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. ആ പി ജെ കുര്യൻ വന്നിട്ട് പറയാണ് രാഹുലിന് കൊടുക്കരുത്. ഒന്ന് പോടാ ചങ്ങാതിയോടെ, ഇവനെയൊന്നും പാർട്ടിയുടെ അഭിപ്രായം പറയാൻ ഇവനെയൊന്നും ഏൽപ്പിക്കരുത് എന്ന് മാത്രമല്ല, ഇവൻ പറയുന്നതൊന്നും പാർട്ടി ആവരുത്. അത്രയേ ഉള്ളൂ എനിക്ക് ഈ കാര്യത്തിൽ പറയാൻ. അതല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കരുത് എന്ന് പറയാൻ ഇവൻ ആരാ?